ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിന് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവവചനം കേട്ട് കർത്താവിനെ അനുസരിച്ച് വചനത്തിലെ സത്യം തിരിച്ചറിഞ്ഞ് വചനപ്രകാരം ജീവിച്ച് ജീവിതം ധന്യമാക്കുകയും അതിലുപരി നിത്യതയുടെ പ്രകാശത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ കടന്നു വരികയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവും രാജാതി രാജാവുമായ നമ്മുടെ രക്ഷിതാവ് നിമിത്തം നമുക്ക് തന്ന ഈ ആത്മബന്ധം, ഈ ശുശ്രൂഷാബന്ധം, തിരുവചനപ്രകാരം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ കൂട്ടായ്മയിലൂടെ നിങ്ങളുടെ ദൈവവചനത്തിലൂടെ അഭിസംബോധന ചെയ്യുവാൻ, വചനത്തിൻ്റെ കാതലായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുവാൻ സ്വർഗം എന്നെ തിരഞ്ഞെടുത്തതിനും ഓരോ ദിവസവും അതിനുതകുന്ന ആലോചനകൾ തരുന്നതിനും എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും ആരാധനയും കരയറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് ആധാരമായി യെശയ്യാപ്രവചനം 41 അധ്യായത്തിൻ്റെ 2 വാക്യം വായിച്ച് അതിനകത്തെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. യെശയ്യാപ്രവചനം 41 അധ്യായം 2 വാക്യം: ചെല്ലുന്നിടത്തൊക്കെയും നീതി എതിരേൽക്കുന്നവനെ കിഴക്ക് നിന്ന് ഉണർത്തിയത് ആര്? ഒന്നോടെ ഞാൻ ആവർത്തിക്കുന്നു. ചെല്ലുന്നിടത്തൊക്കെയും നീതി എതിരേൽക്കുന്നവനെ കിഴക്ക് നിന്ന് ഉണർത്തിയത് ആര്? പ്രവചന ഭാഷ അത് ദൈവസന്നിധിയിൽ ഇരുന്ന് ഗ്രഹിക്കേണ്ടതാണ്, വ്യാഖ്യാനിച്ചെടുക്കേണ്ടത്, പൊരുൾ തിരിച്ചെടുക്കേണ്ടത് എന്നൊക്കെ തിരുവെഴുത്ത് പറയുന്നത് പോലെ പ്രവാചക ഭാഷ, വിശുദ്ധ ബൈബിളിലെ സിംഹഭാഗവും ഏറിയ ഭാഗവും പ്രവചന ഗ്രന്ഥങ്ങളാണല്ലോ. പഴയ നിയമത്തിലെ അനേക ഭാഗങ്ങൾ, അതിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന പല വാക്കുകളും സാധാരണക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് വായിച്ചാൽ പിടികിട്ടുന്നതല്ല. അതുകൊണ്ടാണ് പ്രവാചക ഭാഷയെ നമ്മൾ ആത്മീകവൽക്കരിക്കുകയും നമുക്ക് മനസ്സിലാകുന്ന ഒരു അക്ഷരീക ധ്വനിയിലേക്ക് വരുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കുന്നത്. ആലങ്കാരികവും അതുപോലെ പ്രാവചനികവുമായിരിക്കുന്ന ഭാഷകളാൽ നിബിഡമായിരിക്കുന്ന പ്രവാചക ഗ്രന്ഥങ്ങൾ കിടക്കുന്നതെല്ലാം ആത്മീയ ആഴങ്ങൾ നിറഞ്ഞതാണ്. മനുഷ്യനെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, സഭയെക്കുറിച്ചെല്ലാം പ്രവചന ഭാഷയിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ വാക്ക് സത്യമായിട്ടും ദൈവത്തെക്കുറിച്ചുള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ആദ്യത്തെ ആ ഭാഗം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു, വല്ലാതെ ശ്രദ്ധിപ്പിച്ചു. അതുകൊണ്ട് ആ വാക്ക് മാത്രം നമ്മളോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ആ വാക്ക് ഞാൻ ഒന്നോടെ പറയട്ടെ: ചെല്ലുന്നിടത്തൊക്കെയും നീതി എതിരേൽക്കുന്നവനെ കിഴക്ക് നിന്ന് ഉണർത്തിയതാര്? ദൈവത്തെക്കുറിച്ചാണെന്ന് താഴേക്ക് വായിക്കുമ്പോൾ അറിയാം. പക്ഷെ ആ വാചകം തുടങ്ങിയത് കണ്ടോ? ചെല്ലുന്നിടത്തൊക്കെയും നീതി എതിരേൽക്കുന്നവനെ. ഞാൻ 2 കാര്യങ്ങൾ ഇതിൽ നിന്ന് ചിന്തിക്കുകയായിരുന്നു. ഒന്ന്, നമ്മളോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്നത് സത്യമായിരിക്കുമ്പോൾ തന്നെ ഈ വാക്കിനെ നമ്മളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയാണ്. നാം ഓരോരുത്തരും ഓരോരോ സ്ഥാനങ്ങളിൽ ചെല്ലേണ്ടവരാണ്. യോശുവയോട് ദൈവം പറയുന്നുണ്ട്, യോശുവയുടെ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ, നീ ചെല്ലുന്നിടത്തൊക്കെയും നിനക്ക് ശുഭമായിരിക്കണം. ഓരോരുത്തരും അമ്മയുടെ ഉദരത്തിൽ തന്നെ, അവിടെ ജന്മം കൊണ്ട് അവിടം കൊണ്ട് തീർന്നവരല്ല. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ പുറത്തു വന്നു, ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നു. ഈ ഭൂമിയിൽ നമ്മൾ കൊച്ചു വീട്ടിൽ ജനിച്ചു, അവിടെ നിന്ന് വളർന്നു. പ്രാഥമിക പഠനം കഴിയുമ്പോൾ ഈ കാലഘട്ടം അനുസരിച്ച് വീടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്, ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലുകയാണ്. ചിലപ്പോൾ വീട് വിട്ട് ദൂരത്ത് ഹോസ്റ്റലിൽ ജീവിക്കേണ്ട കാലം വരും, പട്ടണങ്ങളിൽ ജീവിക്കേണ്ട കാലം വരും. അവിടെ നിന്ന് അന്തർദേശീയ നിലവാരത്തിൽ രാജ്യങ്ങൾക്ക് വെളിയിലേക്ക് പോകേണ്ട കാലം വരും. അങ്ങനെയൊക്കെയല്ലോ ഇതൊക്കെ കേൾക്കുന്ന പല കുഞ്ഞുങ്ങളും പല പ്രിയപ്പെട്ടവരും യൗവനക്കാരും എല്ലാം വീട് വിട്ട്, നാട് വിട്ട്, ഘാതങ്ങൾക്കകലെ, കിലോമീറ്ററുകൾക്കും മൈലുകൾക്കും കടലുകൾക്കും അക്കരെ എവിടേക്കോ ചെന്ന് ചേർന്നവരാണ്. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ഭർതൃഗ്രഹത്തിൽ ചെന്ന് ചേരേണ്ടവരാണ്. അങ്ങനെ ഓരോരുത്തരും ജോലി സ്ഥലത്തേക്ക് ചെല്ലണം, വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ചെല്ലണം, ഭർതൃഗ്രഹത്തിലേക്ക് ചെല്ലണം, അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ചെല്ലണം. ഒരു പ്രശ്നമുണ്ടായാൽ നമുക്ക് അധികാരിയുടെ മുമ്പിലേക്ക് ചെന്നല്ലേ പറ്റൂ. പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലേണ്ട വരാതിരിക്കട്ടെ, പോകേണ്ട വന്നാൽ പോയല്ലേ പറ്റൂ. കോടതിയിലേക്ക് പോകേണ്ട വരാതിരിക്കട്ടെ, കോടതിയിലേക്ക് ചെല്ലേണ്ട വന്നാൽ ചെന്നല്ലേ പറ്റൂ. ഒരാശുപത്രിയിൽ പോകേണ്ട വരാതിരിക്കട്ടെ, അവിടെ ചെല്ലേണ്ട ഒരു സ്ഥിതി വന്നാൽ ചെന്നല്ലേ പറ്റൂ. പോയി ജീവിതം തീർക്കണമെങ്കിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെന്നേ പറ്റൂ. ഒരു ചെറിയ ചില്ലുകൂടിനകത്ത് ജനനം മുതൽ 90 കൊല്ലം വരെ ഇരുന്ന് തീർന്നവരാരെങ്കിലും ഉണ്ടോയെന്നറിയില്ല. നമ്മുടെ വീടിനകത്തുനിന്ന് പുരയിടത്തിലേക്ക് ചെന്നേ പറ്റൂ, കൃഷിസ്ഥലത്തേക്ക് ചെന്നേ പറ്റൂ, നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് ചെന്നേ പറ്റൂ, അല്ലേ? ഓരോരുത്തർക്കും ചെന്നേ പറ്റൂ. ചില പിള്ളേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്കൂളിലേക്ക് ചെല്ലുന്നതേ ഇഷ്ടമല്ല. ചിലർ പറഞ്ഞല്ലോ, ജോലി സ്ഥലത്തേക്ക് പോകുന്നത് ഓർക്കുമ്പോഴേ
അങ്ങനെ ചെല്ലുന്നിടത്തേക്ക് ചെല്ലേണ്ടിടത്തേക്ക് ചെല്ലാൻ വിമ്മിഷ്ടപ്പെടുന്ന, ഭാരപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അല്പം പിണക്കത്തിൽ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്ന, വിവാഹം കഴിച്ചയച്ച് പെൺകുട്ടിയെ അപ്പനും അമ്മയും കൂടി തിരിച്ച് ഭർതൃഗൃഹത്തിലേക്ക് കൊണ്ടാക്കുമ്പോൾ ആ കൊച്ചിൻ്റെ മുഖം അങ്ങോട്ട് ചെല്ലുന്നത് ഓർക്കുമ്പോഴേ കരച്ചില, കണ്ണ് നിറയുക. ചിലയിടത്തേക്ക് ചെല്ലുന്നത് ഓർക്കുമ്പോഴേ ഹൃദയം പൊട്ടുന്ന, വേദനപ്പെടുന്ന, നൊമ്പരപ്പെടുന്ന, അസ്വസ്ഥമാകുന്ന, വെപ്രാളം പിടിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഒരു കുപ്പിക്കകത്ത് ഒതുങ്ങേണ്ടവരല്ല, ഒരു കട്ടിലിൽ തീരേണ്ടവരല്ല, ഒരു ചാരുകസേരയിൽ ഒതുങ്ങേണ്ടവരല്ല, ഒരു പിള്ളത്തൊട്ടിൽ അവസാനിക്കേണ്ടവരല്ല. അല്ലല്ലോ. അവിടെ നിന്നൊക്കെ നമ്മൾ എവിടെ വരെ ചെന്നു? ചെല്ലേണ്ടിടത്ത് ചെല്ലേണ്ടവരാണെന്നുള്ള വാക്കുകൾ ഇതിനകത്തുനിന്നും വേദപുസ്തകത്തിനകത്തുനിന്നും നന്നായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷേ ചെല്ലുന്നിടത്ത് എങ്ങനെയായിരിക്കണം, ചെല്ലുന്നിടത്ത് ആര് നമ്മളെ സ്വീകരിക്കണം, ചെല്ലുന്നിടത്ത് ആര് നമ്മളെ എതിരേൽക്കണം, ആ വാക്ക് കണ്ടോ? അവിടെ തലേ തൊപ്പിയും വെച്ച് കൈ വടിയും പിടിച്ച ഒരാൾ നമ്മളെ എതിരേക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നതല്ല അവിടുത്തെ ധ്വനി. പക്ഷേ ആ വാക്കിനകത്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, സരളമായിട്ട് ഈ രാവിലത്തെ ചിന്തയെ തള്ളിക്കളയാതെ ഗൗരവപൂർണമായിട്ട് ആ വാചകത്തെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, നമ്മോടുള്ള ബന്ധത്തിൽ എനിക്ക് തോന്നി ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ ഓർത്തു നോക്കി. പലരും ചെന്നിടത്ത് പലരെയും എതിരേറ്റത് ദുഃഖങ്ങളാണ്, വേദനകളാണ്, വലിയ ട്രാപ്പുകൾ, ചതികൾ, അബദ്ധങ്ങൾ, അനീതികൾ, ഉപദ്രവങ്ങൾ, ക്രൂരന്മാർ, നീതിയില്ലാത്തവർ, അങ്ങനെയുള്ള വിഷയങ്ങളാണ് പലരെ എതിരേറ്റത്. അയ്യോ, ആ വാക്കുകൾ കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിത ഭാഗമാണോന്നറിയില്ല. സുന്ദരമായ സ്വപ്നങ്ങളുമായി വലത്തുകാല് വെച്ച് ചവിട്ടി കയറി ചെന്നപ്പോൾ കയ്യിൽ പിടിച്ച പലരും കയറ്റിയത് കൂക്കുവിളിയോടെ, അഥവാ എന്താ പറയുക, ഉത്സവ ലഹരിയോടെ കയറ്റിയത്. പക്ഷെ കയറി എല്ലാവരുമൊക്കെ പിരിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ചെന്നത് നീതിയുടെ താവളത്തിലേക്കല്ല, കള്ളത്തരങ്ങളുടെ, ക്രിക്കറ്റ് മൈൻഡുള്ള, കുറുക്കന്മാരുടെ മനസ്സുള്ള, പറ്റിക്കൽ മാത്രം പണിയുള്ള ചിലരുടെ അടുക്കലേക്ക് ചെന്നുപെട്ടതെന്ന്. എന്തു ചെയ്യും? ചെന്നപ്പോഴാണ് അറിഞ്ഞത് മനുഷ്യത്വമില്ലാത്തവരുടെ, സ്നേഹമില്ലാത്തവരുടെ, കരുതലില്ലാത്തവരുടെ നമ്മുടെ കൾച്ചറല്ല വിഷയം. അതിലൊക്കെ അപ്പുറം മനുഷ്യത്വരാഹിത്യമായൊരു താവളത്തിൽ ചെന്നുപെട്ടാൽ, അനീതിയുടെ ഒരു വലിയ കൂമ്പാരത്തിൽ ചെന്നുപെട്ടാൽ ജീവിതം പോയില്ലേ? തിരിച്ചൂരിപ്പോരാൻ പറ്റുമോ? ഓടിപ്പോരാൻ പറ്റുമോ? ലക്ഷങ്ങൾ മുടക്കിപ്പോയി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത് കള്ളന്മാരുടെ ഗുഹയാണെന്ന്. പണ്ട് കർത്താവ് ദൈവാലയത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? ഞാൻ അത് പറഞ്ഞുകൊണ്ട് പറയാം, ചില കൂട്ടായ്മ, ചില സഭ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഭയങ്കരമായിരുന്നു. പക്ഷെ അകത്ത് ചെന്ന് പിടി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി, യേശു പറഞ്ഞ പോലെ കള്ളന്മാരുടെ ഗുഹയാണ്. ഇതൊക്കെ ഉള്ളതാണ്, സത്യമാണ്, പരമാർത്ഥമാണ്. പക്ഷേ ഈ വാക്കിനകത്ത് തിരുവെഴുത്തെഴുതിയിരിക്കുന്ന ഭാഗം, അതിൻ്റെ മറ്റു ചില ഭാഷകളോ അതിൻ്റെ ഒറിജിനൽ ഭാഷാന്തരം ഒന്നും ഞാൻ നോക്കിയില്ല. ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു കുളിർമ തോന്നി. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ വാക്യശകലം വെച്ചൊന്ന് അനുഗ്രഹിക്കണം തോന്നി. അത്രയേ ഉള്ളൂ, അത് മാത്രമേ പറയുന്നുള്ളൂ. ഒപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളെയും ഈ വാക്ക് വെച്ച് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ. എന്തിനാ? എൻ്റെ കുഞ്ഞ് ഇവിടെ നിൽക്കേണ്ടവളല്ല, എൻ്റെ മോൻ ഇവിടെ നിൽക്കേണ്ടവനല്ല, ചെല്ലേണ്ടതാണ്. എവിടേക്ക്? ചെല്ലേണ്ടിടത്തേക്ക്, ദൈവം കരുതി വെച്ചിരിക്കുന്നിടത്തേക്ക് ചെല്ലേണ്ടതാണ്. അവിടെ ചെല്ലുമ്പോൾ അവനെ എതിരേക്കാൻ, അവനെ സ്വീകരിപ്പാൻ, എതിരേൽപ്പാൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുള്ള നിലവിളക്കം കത്തിച്ചുകൊണ്ട് കുളിച്ചീർന്നണിഞ്ഞ് നമ്മളെ കാത്തു നിൽക്കുന്നു എന്നൊരു മനസ്സോടല്ല ഞാൻ പറയുന്നത്. പ്രശ്നങ്ങളാണ് നമ്മളെ എതിരേൽക്കുന്നതെങ്കിലോ, നമ്മളെ കാത്തിരിക്കുന്നത് വലിയ അപകടങ്ങളും അനർത്ഥങ്ങളുമാണെങ്കിലോ ജീവിതം പാഴായിപ്പോയില്ലേ? ഈ വാക്യം തിരുവെഴുത്തിനകത്ത് അടിവരയിട്ടിട്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആത്മാർത്ഥമായി ഇന്നു മുതൽ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് അവരുടെ പേരിനോട് ചേർത്തെഴുതി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കണം. നാഥ, വളർന്നു വരുന്ന എൻ്റെ കുഞ്ഞ് നല്ലൊരു സ്ഥാനത്തെത്തിച്ചേരണം. എവിടേക്കാണെന്ന് എനിക്കറിയില്ല, കർത്താവിനെ നിശ്ചയമുള്ളൂ. പക്ഷേ ഒറ്റ അപേക്ഷയുള്ളൂ, ചെല്ലുന്നിടത്ത് എതിരേക്കുന്നത് കള്ളത്തരങ്ങളും വഞ്ചനയും ചതിയും കുതികാലുവെട്ടുമായിരിക്കരുത്. കണ്ണുനീരിൽ കുതിർന്നു പോകരുത്. ഉടഞ്ഞ ഒരു മൺകട്ട പോലെ ഈ മണ്ണിൽ അലിഞ്ഞു പോകരുത്. പിന്നെയോ കണ്ണുനീരിൽ കുതിർന്ന് ഉപ്പലിയുന്നത് പോലെ ഓരോ നിമിഷവും അലിഞ്ഞലിഞ്ഞു പോകരുത്. എണ്ണ കത്തിത്തീരുന്നത് പോലെ കത്തി അവൾ അവസാനിക്കരുത്. പിന്നെയോ ചെല്ലുന്നിടത്ത് നീതി എതിരേൽക്കണം. നിങ്ങളെക്കുറിച്ചും പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാനൊരു ജോലിക്ക് തയ്യാറാകുക, ഞാനൊരു വിദേശയാത്രയ്ക്ക് തയ്യാറാകുക. എൻ്റെ കർത്താവേ, എനിക്കെന്തോ ശാരീരിക ബുദ്ധിമുട്ട് തോന്നി, ഞാനൊരു ഡോക്ടറെ കാണാൻ പോവുക. ചെല്ലണ്ടേ? ചെല്ലുന്നിടത്ത് മെഡിക്കൽ ചെക്കപ്പിന് ചെല്ലുമ്പോൾ, ലാബോറട്ടറി ടെസ്റ്റിന് ചെല്ലുമ്പോൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് സിംഹം വാ പൊളിച്ചിരിക്കുന്നത് പോലെ പ്രശ്നങ്ങളാണെങ്കിലോ, റിപ്പോർട്ടുകൾ മുഴുവൻ നമുക്കെതിരാകുകയാണെങ്കിലോ തീർന്നില്ലേ?
എന്തിനിറങ്ങുമ്പോഴും ഈ വാക്യം കൊള്ളാം എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുക. അപ്പാ, ഞാനൊരു ബിസിനസ്സിന് ഇറങ്ങുകയാണ് കർത്താവേ, ഞാനൊരു വിവാഹാലോചനയ്ക്ക് ഇറങ്ങുകയാണ്. ചെല്ലുന്നിടത്തന്നെ നീതി എതിരേൽക്കണമേ. അതല്ലെങ്കിൽ എന്നെ വിടരുതേ. അവിടെ കൊണ്ടുപോയി എൻ്റെ കുഞ്ഞിനെ കയറ്റരുതേ. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പരിശുദ്ധ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ നീതി നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്നെൻ്റെ വിചാരം. ഞാൻ ഈ വാക്യം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കട്ടെ. ചെല്ലുന്നിടത്തൊക്കെയും അഡ്മിഷൻ എടുത്ത് കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് അച്ചാറ് വിട്ട് ഉപ്പേരിയും വറുത്ത് പുതിയ വസ്ത്രം മേടിച്ച് 2 പെട്ടി നിറച്ച് സാധനങ്ങളുമായി അപ്പനും അമ്മയും കൂടി സന്തോഷത്തോടെ എയർപോർട്ടിൽ കൊണ്ട് കയറ്റി വിടുകയോ വണ്ടിയിൽ കൊണ്ടുപോയി ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കാനൊക്കെ വേണ്ടി തയ്യാറാകുകയായിരിക്കും. നിങ്ങളുടെ മക്കളെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞ് ഭക്തിയിൽ വളർന്നതാ. ചെല്ലുന്നിടത്ത് കള്ളത്തരവും ആത്മീയതയില്ലായ്മയും ഈ ലോകത്തിൻ്റെ വിളയച്ചതയും കള്ളും കഞ്ചാവും ഇതായിട്ടൊന്നും അവനെ എതിരേൽക്കാനിരിക്കരുത്. നീതി എതിരേൽക്കണം, ആത്മീകം എതിരേൽക്കണം, ആത്മീകമുള്ളവരെതിരേൽക്കണം. ദൈവകൃപയുള്ളവരവിടെ കാണണം, അവർ ചേർത്ത് നിർത്തണം. പ്രാർത്ഥിച്ച നടക്കും ദൈവമക്കളെ. ഈ വാക്യമൊക്കെ കണ്ടെത്തി ഭക്ഷിക്കണമെന്ന പ്രവാചക ഭാഷ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്യത്തിനായി സ്തോത്രം. ഞങ്ങളൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലേണ്ടതാണ്. അപ്പോൾ ചെന്ന് കഴിയുമ്പോഴറിയുന്നത് ഞങ്ങൾ ചെന്നത് ഇന്നടത്തായിപ്പോയല്ലോ, ഇനി അത് സംഭവിക്കല്ലേ അപ്പ. ഈ വാക്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പിടിവള്ളി പോലെ തരുന്നത് ദൈവമാണല്ലോ. എൻ്റെ കേൾവിക്കാരായ എല്ലാ ദിവസവും അങ്ങയുടെ വചനം കേൾക്കുന്ന ഞങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരൊക്കെ, ഇവരുടെ കുഞ്ഞുങ്ങളൊക്കെ, മക്കളോ കൊച്ചുമക്കളൊക്കെ ചെല്ലുന്നിടത്ത് നീതി എതിരേറ്റു കർത്താവെ. അമ്മയെപ്പോലെ അപ്പനെപ്പോലെ നല്ല മനസ്സുള്ളവർ അവരെ ചേർത്ത് നിർത്തി. അധ്യാപകരാകട്ടെ, കൂട്ടുവിദ്യാർത്ഥികളാകട്ടെ, കൂട്ടുജോലിക്കാരാകട്ടെ, ആരാകട്ടെ, അവരെല്ലാവരും നീതിയോടെ ഇടപെട്ടു, പരമാർത്ഥതയോടെ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു വലിയ സാക്ഷ്യം നിൻ്റെ മക്കൾക്കുണ്ടാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കണം. ഭർതൃഗ്രഹം നീതിഗ്രഹമായി മാറട്ടെ കർത്താവെ. പലർക്കും അതല്ല. അവിടെ ചെന്നപ്പോൾ ഉപദ്രവങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ അവരെ കാത്തിരുന്നത്. പക്ഷെ അതെല്ലാം ദൈവം മായ്ച്ചു കളയണം. ഈ പ്രാർത്ഥന ഫലിക്കണം. ദൈവം അത് ചെയ്യണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.